ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വചനം വായിച്ചു നോക്കിയാലോ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം തിരുവചനം. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. യേശു നൽകാനിരുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു സൂചനയായിരുന്നു ഇത്. ക്രൂശിതൻ്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയപ്പോൾ ഈ ദാഹത്തിൻ്റെ അർത്ഥം വ്യക്തമായി. ആത്മാവിനെ നൽകാൻ, പുതുജീവൻ നൽകാൻ, രക്ഷ, ദൈവപുത്രസ്ഥാനം നൽകാൻ വേണ്ടിയാണ് യേശുവിൻ്റെ ദാഹം. ഓരോ മനുഷ്യവ്യക്തിയും ദൈവത്തെ പിതാവായി സ്വീകരിച്ച് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതുവരെ ഈ ദാഹം തുടരും. ഇതാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. യേശു എനിക്ക് വേണ്ടി ദാഹിക്കുന്നു. യേശുവിൻ്റെ ദാഹത്തിൽ നാമും പങ്കുചേരണം. എല്ലാ മനുഷ്യരും ദൈവമക്കളായി അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ദാഹമാണ് ഇത്. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.